നല്ല പൊക്കമുണ്ട്. താഴെ ഒരു നദി പോകുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളർ കിട്ടിയ എന്താണെന്നറിയോ? വോൾക്കാനോ. അതായത് ഈ സ്റ്റോൺ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ബസാൾട്ടിക് സ്റ്റോൺ എന്നാണ്. ബസാൾട്ടിക് സ്റ്റോൺ, അതായത് ഈ വോൾക്കാനോ ഇറക്ഷൻ വരില്ലേ, അതിൻ്റെ സ്റ്റോണാണ് ബസാൾട്ടിക്. നമ്മൾ മൂൺ കനിയനിലെത്തി. ബ്ലാക്ക് കനിയൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഇവിടെ ഉള്ളൂ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ട്രാവൽ ചെയ്തപ്പോൾ നമ്മളിവിടെ മൂൺ കനിയൻ്റെ അവിടെ എത്തി. നമ്മൾ നേരത്തെ അവിടെ ബ്ലാക്ക് കനിയൻ്റെ മുകളിൽ കണ്ട റിവറില്ലേ, ആ റിവർ ഇതുവഴി ഒഴുകുന്നുണ്ട്. ഇതും ആ സെയിം കനിയൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെ. ആ ഭാഗത്ത് കറുത്ത കളറിലാണ് കനിയൻ്റെ ഇതുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നൊരു മൂണിൻ്റെ ഷേപ്പിൽ ഒഴുകുന്നതുകൊണ്ടായിരിക്കും മൂൺ കനിയൻ എന്നുള്ള പേര് കിട്ടിയത്. ഇതെല്ലാം ചരിയൻ കനിയൻ്റെ ഭാഗം. നമ്മൾ മൂൺ കനിയനിലും ബ്ലാക്ക് കനിയനിലും ഒക്കെ കണ്ടില്ല റിവർ, അത് തന്നെയാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ആപ്പിൾ മരമാണ്. ഇതിൽ കയ്യെത്തുന്ന ദൂരത്തുള്ള ആപ്പിളൊക്കെ ആൾക്കാർ പറിച്ചു കൊണ്ടുപോയി. മേളിലോട്ടൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ ഇന്നലെ വൈകുന്നേരം കയ്യെത്തുന്ന ആപ്പിളൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിയണ്ടേ? നമ്മൾ അപ്പോൾ ഗസ്റ്റ് ഹൗസ് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി നമ്മുടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വെയിറ്റിങ്ങിലാണ്. മണിയിപ്പോൾ 8 കഴിഞ്ഞു. ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് പാഴ്സലായിട്ട് എടുത്തു. നമ്മളിപ്പോൾ ഈ വില്ലേജ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടുന്ന് പാഴ്സൽ എടുത്തതാണ്. മഞ്ഞ് കഴിഞ്ഞിട്ട് മഞ്ഞ് ഉരുകാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ എല്ലാം വെള്ളം നിറയും. മഞ്ഞുകാലം കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ മരങ്ങളെല്ലാം മഞ്ഞിനടിയിലായിരിക്കും. അങ്ങനെ സർവ്വ വീണ മരങ്ങളെ തിരിച്ചു ഒരു അതുവരെ വെള്ളം കയറുന്നതാണ്. നമ്മൾ ആദ്യം ബ്ലാക്ക് കനിയനിലാണ് എത്തിയത്. അൽമാട്ടിക്ക് തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ ഒരു ബ്ലാക്ക് കനിയൻ വരുന്നത്. കനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലൊന്നും ഈ ഇതുപോലെയുള്ള കിടങ്ങുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത്ര കനിയൻ എന്നുള്ള വാക്ക് നമുക്ക് അത്ര പരിചയമുള്ളതല്ല. ശരിക്കും ഈ ഭൂമിയുടെ ഇലക്ട്രോ പ്ലേറ്റുകളുണ്ടല്ലോ, അത് മൂവ് ആവുന്ന സമയത്ത് കൂട്ടിയിടിച്ചിട്ട് മലകളുണ്ടാവും, അതുപോലെ തന്നെ കിടങ്ങുകളും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു കിടങ്ങാണ് ഈ ബ്ലാക്ക് കനിയൻ.
ചാരിയൻ കനിയൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കിടങ്ങുണ്ട് കസാഖിസ്ഥാനിൽ. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് ബ്ലാക്ക് കനിയൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറുത്ത കളറിലുള്ള പാറകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ പേരും ബ്ലാക്ക് കനിയൻ എന്ന് അറിയപ്പെടുന്നത്. കാരക് കനിയൻ എന്നാണ് ഇവരുടെ ലോക്കൽ ലാംഗ്വേജിൽ കസാഖ് ഭാഷയിൽ ഇത് അറിയപ്പെടുന്നത്. നല്ല പൊക്കമുണ്ട്. താഴെ ഒരു നദി പോകുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളർ കിട്ടിയ എന്താണെന്നറിയോ? വോൾക്കാനോ. അതായത് ഈ സ്റ്റോൺ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ബസാൾട്ടിക് സ്റ്റോൺ എന്നാണ്. ബസാൾട്ടിക് സ്റ്റോൺ, അതായത് ഈ വോൾക്കാനോ ഇറക്ഷൻ വരില്ലേ, അതിൻ്റെ സ്റ്റോണാണ് ബസാൾട്ടിക്. അവിടെ എല്ലാം ഈ എന്താണ് ഈ ഒരു സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ. അവിടെ ഒരു ഫോട്ടോ പോയിട്ടുണ്ട്. അവിടെ നല്ല റഷാണ്. നമ്മൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ നിന്നാൽ തന്നെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. നല്ല താഴ്ചയുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ റിവർ വരുന്നതാണ്. മേളിൽ മലകളും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്, ചൂടില്ല, നല്ല ക്ലൈമറ്റാണ്. സാത്തി ഗ്രാമത്തിൽ നിന്ന് പ്രശസ്തമായിട്ടുള്ള ചാരിയൻ കനിയനിലോട്ട് പോകുന്ന വഴിയിലാണ് ബ്ലാക്ക് കനിയൻ. ഇത് പ്രകൃതിദത്തമായിട്ടുണ്ടായിട്ടുള്ളൊരു കിടങ്ങാണ്. ഈ കിടങ്ങിൻ്റെ സമീപത്തുള്ള കറുത്ത നിറത്തിലുള്ള കല്ലുകൾ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ബസാൾട്ട് കല്ലുകളാണ്. കറുത്ത നിറത്തിലുള്ള കല്ലുകളാണിത്. ഈ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ കറുത്ത നിറത്തിലുള്ള കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ മേഖലയ്ക്ക് ബ്ലാക്ക് കനിയൻ എന്നുള്ള പേര് വന്നത്. ചരിൻ റിവർ എന്നാണ് ഈ താഴെ കാണുന്ന നദിയുടെ പേര്. 10,000-കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പ്രകൃതിയുടെ പ്രതിഭാസം കൊണ്ടാണ് ഈ ഒരു നദിയും ഈ ഒരു കിടങ്ങുമൊക്കെ രൂപപ്പെട്ടത്. വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു ബ്ലാക്ക് കനിയൻ അമേരിക്കയിലെ കൊളറാഡോയിലുണ്ട്. അതിൻ്റെ പേരും ബ്ലാക്ക് കനിയൻ എന്ന് തന്നെയാണ്. ബ്ലാക്ക് കനിയൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കല്ലുകളാണ് ബസാൾട്ടിക് കല്ലുകൾ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കല്ലുകളൊക്കെ ഈ ബസാൾട്ടിക് കല്ലുകളാണ്, കറുത്ത കല്ലുകൾ. അതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് കനിയൻ എന്ന് അറിയുന്നത്. അധികം സമയം കളഞ്ഞില്ല. ബ്ലാക്ക് കനിയൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ തിരിച്ച് വണ്ടിയിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ മൂൺ കനിയനാണെന്ന് തോന്നുന്നു അടുത്ത സ്പോട്ട്. എന്തായാലും നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് പോവാണ്. So this is the Sharin River. The stretch of Sharin River is 300 kilometers, and we can see Sharin River, and we can touch the Sharin River when we will arrive Sharin Canyon, okay? Because we will go till the bottom. Okay, now we arrived our Moon Canyon, and we will spend here also 20 minutes. Please enjoy your 20 minutes. You already visited toilet, so please. Now it's 11.4, so okay guys, so at 11.25 we need to be in the bus, okay? 11.25. Сонымен құрметті туристер, біз сағат тура 11:25 автобуста болуымыз қажет, жарайды ма? 11:25. Итак, уважаемые друзья, туристы. നമ്മൾ മൂൺ കനിയനിലെത്തി. ബ്ലാക്ക് കനിയൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഇവിടെ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ട്രാവൽ ചെയ്തപ്പോൾ നമ്മളിവിടെ മൂൺ കനിയൻ്റെ അവിടെ എത്തി. നമ്മൾ നേരത്തെ അവിടെ ബ്ലാക്ക് കനിയൻ്റെ മുകളിൽ കണ്ട റിവറില്ലേ, ആ റിവർ ഇതുവഴി ഒഴുകുന്നുണ്ട്. ഇതും ആ സെയിം കനിയൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കനിയൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഇവിടെ ഈ എഡ്ജ് കണ്ടോ, അത്ര സേഫ് അല്ല, നന്നായിട്ട് സ്ലിപ്പാവും. താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റും. ആ ഭാഗത്ത് കറുത്ത കളറിലാണ് കെനിയൻ്റെ ഇതുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നൊരു മൂണിൻ്റെ ഷേപ്പിൽ ഒഴുകുന്നതുകൊണ്ടായിരിക്കും മൂൺ കനിയൻ എന്നുള്ള പേര് കിട്ടിയത്. ഇതെല്ലാം ചരിയൻ കനിയൻ്റെ ഭാഗം.
Так, kaynalamız ver yekavur. Начали. Başlandı. അത്യാവശ്യം ചൂടുണ്ട് ഇവിടെ. ഇവിടെ ഈ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അത് ഏത് സ്ഥലത്ത് പോയാലും ഇവിടെ എല്ലായിടത്തും ഈ ഒരു സംഭവം കാണാം നമുക്ക്. Можно сфоткать? Только на видео. ഇത് വേണമെങ്കിൽ താഴെ നടന്നിറങ്ങി പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ചരൺ കനിയനുണ്ട്. ചരൺ കനിയനിൽ ശരിക്കും നമുക്ക് നന്നായിട്ട് ഈ കനിയൻ്റെ വിശേഷങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാലും നല്ലൊരു വ്യൂ കിട്ടും. ഇതിൻ്റെ അങ്ങേ ഭാഗത്തും നല്ല കറുത്ത പാറയും ഇതിനിടയിൽ താഴെ ഈ കിടങ്ങിൻ്റെ താഴെ, അതായത് ഈ നദിയോട് ചേർന്നിട്ട് ഒരുപാട് മരങ്ങളുണ്ട്. നല്ല പൊക്കമുള്ള മരങ്ങളുമുണ്ട്. മുകളിലാണെങ്കിൽ മരങ്ങൾ തീരെയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കാൻ പ്രത്യേകിച്ചൊരു ഭംഗിയാണ്. താഴോട്ട് നല്ല കാഴ്ചയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നു. അടുത്ത് ചരൺ കാനിയൻ ആണെന്ന് തോന്നുന്നു അടുത്ത സ്പോട്ട്. So, and everybody understand why we call it Moon Canyon, right? Right? The structure of this canyon reminds our moon. The history of this canyon is not like that far or something like that. The second reason why we call it Moon Canyon, because the river, the Charen River, formed here like half moon, and because of that, we call this place also Moon Canyon. And also, guys, when we arrive, please follow me till the map. I will explain you the map and how you need to go and where you can find a good vision points, okay? I hope everybody got it. അങ്ങനെ നമ്മൾ ചരൺ കാനിയനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. Okay guys, so we are here now. So we will go to the bottom. We have two choices. First one is by walking. It will take like 40-45 minutes. And you can the second choice is the taxi, Eco taxi. It will cost 800 for one way for one person, okay? Main rule, when you will get this bottom, yeah, you need to buy tickets directly, okay? How much? Too fast. 800 for one person for one way. So the way till the bottom by walking it's easy, but going back it will be hard. So when you will get the bottom, you need to at first buy a ticket, okay? Because there will be the big line, okay? ചാരൺ കനിയനിലോട്ട് നടന്നു തുടങ്ങി. തടി കൊണ്ടുള്ള സ്റ്റെപ്പാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഗൈഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നടന്നു പോകാനാണെങ്കിൽ ഒരു 40 മിനിറ്റ് ദൂരമാണുള്ളത്. ടാക്സിയിലാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ടാക്സിയിൽ വരാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടാവും. കാരണം ഇന്ന് ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഇന്ന് സൺഡേ ആണ്. ആ തിരക്ക് ഒഴിവാക്കണമെങ്കിൽ പോയാൽ ഉടനെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ കനിയൻ്റെ താഴോട്ടുള്ളൊരു നടപ്പാതയുണ്ട്. അതുവഴി നടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണി 12 അത്യാവശ്യം തിരക്കുണ്ട്. ഈ ടാക്സിയിൽ 800 ടെങ്കയാണ് വൺ സൈഡ്. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. 4 സംഭവങ്ങൾ ചേർന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത്. 4 സംഭവങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ടൊരു സമുദ്രമായിരുന്നു. ഓക്കെ, അത് ഇറങ്ങിപ്പോയത് ഒരു കഥയല്ല, അതൊരു സംഭവം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ
മഴയും വരെ ഇതിന് സപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ആവാൻ വേണ്ടി. മില്യൺ വർഷങ്ങൾ കൊണ്ട് കാറ്റ്, മഴ, ഇവിടെ ഒരു റിവർ ഉണ്ടായിരുന്നു, അതിൽ വെള്ളം ഒലിച്ചു പോയത്. പിന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ സംഭവമില്ലേ, ഈ ടെക്ടോണിക് പ്ലേറ്റിൽ അതിൻ്റെ ഫോർമേഷൻ, അതിങ്ങനെ കൂട്ടിയിടിച്ചത്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് വന്നപ്പോഴാണ് വളരെ അപൂർവമായിട്ട്, ലോകത്ത് വളരെ അപൂർവമായിട്ട് ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. അമേരിക്കയിൽ അരിസോണയിലുണ്ട്. അവിടെ പക്ഷേ ഇതിനെ കഴിഞ്ഞ് വലുതാണ് ഗ്രാൻഡ് കനിയൻ, ഏറ്റവും വലുത് അതാണ്. വന്ന ഉടനെ നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുത്തു, റിട്ടേൺ ടിക്കറ്റ്. കാരണം അത്യാവശ്യം ക്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ഗൈഡ് നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്നിട്ട് ടിക്കറ്റ് എടുത്തു. എന്തായാലും നമ്മളിവിടെ എത്തിയ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ അതുവഴിയാണ് റോഡ് വരുന്നത്. നേരെ വണ്ടിയിൽ കയറിയിട്ട് 800 ടെങ്കി കൊടുത്തപ്പോൾ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരു ബോട്ടിൽ വെള്ളവും ഈ ഒരു പുലാവും അതുപോലെ ഈ ഒരു ബ്രെഡും വെജിറ്റബിൾ സലാഡുമാണ് 3500 ടെങ്കിക്ക് ഒരു പാഴ്സൽ തന്നത് ആ ഹോട്ടലിൽ നമ്മൾ വാങ്ങിയ ഫുഡ്. അത്യാവശ്യം നല്ല റേറ്റാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചും കൂടെ നടന്നു വന്നിട്ട് ഈ റിവറിൻ്റെ സൈഡിൽ, നദിയുടെ സൈഡിൽ വന്ന് ഇരിക്കുകയാണ്. നല്ല തണലുണ്ട്, നല്ല തണുത്ത കാറ്റുമുണ്ട്. നമ്മുടെ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ചെറിയ സ്ഥലങ്ങളുണ്ട്, ആൾക്കാർക്ക് വന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന. ഈ നദിയുടെ തൊട്ട് സൈഡിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെ നമുക്ക് വന്നിരിക്കാൻ പറ്റും. നല്ല കാറ്റും അടിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട മനോഹരമായിട്ടുള്ള കനിയൻ കണ്ടില്ലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇത് 4 പ്രതിഭാസങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് ഉണ്ടായതാണ് ഈ കനിയൻ എന്നാണ് പറയുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ്, അതായത് ഭൂമിയുടെ ക്രസ്റ്റിൻ്റെ താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകളുണ്ടല്ലോ, അത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റും അതുപോലെ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് ടിയാൻഷിൻ മലനിരകൾ ഉണ്ടായത്. അപ്പോൾ ആ പ്രതിഭാസം ഉണ്ടാകുന്ന സമയത്ത് രൂപപ്പെട്ട ഒരു കിടങ്ങാണ് ഈ ചരൺ കനിയൻ. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ഷേപ്പ് ഒന്നും ഇതുപോലെ രൂപപ്പെട്ട് വന്നിട്ടില്ലായിരുന്നു. അതും ഒരു ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 100 വർഷങ്ങൾ കൊണ്ടോ ഉണ്ടായതല്ല, മില്യൺ കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ടിയാൻഷിൻ പർവ്വതം ഉണ്ടായത്. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്ന സമയത്ത് ടിയാൻഷിൻ പോലെയുള്ള പർവ്വതങ്ങളും ഉണ്ടായി, അതേ സമയത്ത് തന്നെ ഈ ചരൺ കാനിയൻ പോലെയുള്ള കിടങ്ങുകളും ഉണ്ടായി. അത് ഈ സാധാരണ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. ചില സ്ഥലത്ത് അത് മലകളായിട്ട് രൂപപ്പെടും, ചില സ്ഥലത്ത് അത് കിടങ്ങുകളായിട്ട് രൂപപ്പെടും. ഇവിടെ അത് കിടങ്ങിൻ്റെ രൂപത്തിലാണ് പ്രതിഫലിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചരൺ റിവർ, ഈ നദിയുടെ പേര് ചരൺ റിവർ എന്നാണ്. ഈ ചരൺ റിവറിൻ്റെ ഉത്ഭവവും വേറൊരു കാരണമായെന്നാണ് പറയുന്നത്. 12 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചരൺ നദി രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. മുമ്പ് നദി ഇപ്പോൾ ഉള്ളതിനെ കഴിഞ്ഞും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള നദിയല്ല, അന്ന് നമ്മൾ വന്ന കിടങ്ങ് വഴിയായിരുന്നു ആ നദി ഒഴുകിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് വഴിമാറി ഒഴുകി, അതുമാത്രമല്ല അതിൻ്റെ ശക്തിയും കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാണുന്നത് അന്നത്തെ കണക്കുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ലെവലിലുള്ള നദിയാണ് ഇന്ന് ഇപ്പം നമ്മൾ കാണുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കനിയൻ്റെ സൈഡുകളിൽ കാണുന്ന കല്ലിൻ്റെ പ്രത്യേകതയാണ്. ഈ ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈം സ്റ്റോണിൻ്റെ നിക്ഷേപം ഈ ഏരിയയിൽ കൂടുതലാണ്. അപ്പോൾ അതൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ മാറി മാറി വന്ന കാലാവസ്ഥ, മഴ, കാറ്റ്, ഇതെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 4 കാരണങ്ങൾ, ഈ പ്രധാനമായിട്ട് ഈ 4 കാരണങ്ങൾ കാരണമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു കാഴ്ച നമുക്ക് ഇവിടെ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ മൂൺ കനിയനിലും ബ്ലാക്ക് കനിയനിലും കണ്ടില്ല റിവർ, അത് തന്നെയാണ് ഈ കാണുന്നത്. നമ്മളവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഈ റിവറിൻ്റെ അടുത്ത് വന്ന് കഴിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നമ്മൾ ഈ ടാക്സി ബുക്ക് ചെയ്തിട്ട് ടാക്സിയിലാണ് വന്നത്. പക്ഷെ നടന്നു വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇന്ന് അത്യാവശ്യം ചൂടുണ്ട് നമുക്ക്, അതുകൊണ്ട് നമ്മൾ നടത്ത ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ മിസ്സായി. കാരണം വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ഷെയ്ക്കിംഗ് ആണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. ചരൺ കനിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കനിയനുകളിൽ ഒന്നാണ്. അമേരിക്കയിലുള്ള ഗ്രാൻഡ് കനിയനാണ് ഏറ്റവും വലുത്. അമേരിക്കയിലെ ഗ്രാൻഡ് കനിയനോട് നല്ല സാദൃശ്യമുള്ളതുകൊണ്ട് മധ്യേഷ്യയിലെ ഗ്രാൻഡ് കനിയൻ എന്നുള്ള ഒരു പേരും ഈ ചരൺ കനിയനുണ്ട്.
അൽമാട്ടി സിറ്റിയിൽ നിന്നൊരു 200 കിലോമീറ്റർ ദൂരെയാണ് ഈ ഷരിൻ കനിയനുള്ളത്. ഇതിൻ്റെ നീളം 154 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത്. 300 മീറ്റർ ആഴമുള്ള സ്ഥലങ്ങളുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ 300 മീറ്ററാണ്. അതുപോലെ വീതി പറയുകയാണെങ്കിൽ 20 മീറ്റർ മുതൽ 80 മീറ്റർ വരെ വീതിയുണ്ട്. നമ്മൾ പോയ ബ്ലാക്ക് കനിയൻ ഭാഗത്താണ് ഏറ്റവും കുറവ് വീതിയുള്ളത്. നമ്മുടെ നാട്ടിലെ ചീലാന്തി മരമില്ലേ, അതേ സെയിം മരമാണിത്. ഇലകൾ പക്ഷേ ചെറുതാണ്. അതേ ജനസിൽപ്പെട്ട മരമാണെന്ന് തോന്നുന്നു. നമ്മൾ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ പാടില്ല. നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റ് നമ്മൾ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ കഴിച്ച വേസ്റ്റ് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല നീറ്റായിട്ടാണുള്ളത്. ഒരു പൊടി പോലും, അതായത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊടി പോലും ഇവിടെ കാണാനില്ല. ആൾക്കാരെല്ലാം അത് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് CCTV ക്യാമറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. കാരണം എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ആരും അങ്ങനെ വേസ്റ്റ് ഒന്നും വലിച്ച് എറിയുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ വണ്ടി ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. വെയിൽ സമയത്ത് എന്തായാലും നടന്ന് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ചൂടിൽ നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ ഷരിൻ കാനിയനിലെ കാഴ്ചകളും കണ്ട് നമ്മൾ തിരിച്ച് ബസ്സിലെത്തി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് അൽമാട്ടിക്ക് പോകും. അൽമാട്ടിയിൽ നമ്മുടെ റെസിഡൻറ്റ് പാലസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.